ഒരു കമ്പനിക്ക് വേണ്ടി ഉള്ള തുടക്കം, പക്ഷേ അതിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. ഇവർക്കൊക്കെ രക്ഷപ്പെടണമെന്ന് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ അടുത്ത ലഹരിയിൽ കുടുങ്ങി ഒടുവിൽ രക്ഷപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ തിക്തഫലങ്ങൾ പറഞ്ഞ ചില വാർത്തകളൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് രക്ഷപ്പെടാനൊരു വഴി? തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്രീയ ചികിത്സയിലൂടെ ലഹരിക്കടിമപ്പെട്ട ആളുകളെ മാറ്റിയെടുക്കാൻ കഴിയും. ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഈ അഡിക്ഷൻ്റെ തുടക്കമാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. വളരെ ആഴത്തിലേക്ക് അഡിക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സെൻറ്ററുകൾ ഉണ്ട്. ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ് അത്തരം സെൻറ്ററുകൾക്ക് പറയുന്ന പേര്. ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്താൽ വേണ്ടി കിട്ടും, ഏറ്റവും അടുത്തുള്ളത് കിട്ടും. ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ഡോക്ടറെ കണ്ട് തുറന്ന് പറഞ്ഞ് അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സ്വീകരിച്ച് കഴിച്ച് കൗൺസിലിങ്ങിന് വിധേയരായി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ഒപ്പം മതപരമായ ബോധവും ഉണ്ടായാൽ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത്തരം സാധനങ്ങൾ പൈശാചിക പ്രവർത്തനമായതുകൊണ്ട് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എവിടെ നിന്നാണോ ഈ ബുദ്ധിമുട്ട് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഒരു കാരണവശാലും മടങ്ങാതിരിക്കണം. ഏത് ജോലിയിൽ നിന്നാണോ തുടങ്ങിയത് ആ ജോലിയിലേക്ക് പിന്നെ പോകരുത്. ഏത് ഹോസ്റ്റലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഹോസ്റ്റലിലേക്ക് പിന്നെ മടങ്ങരുത്. അങ്ങനെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടേക്ക് മടങ്ങിയാൽ ഈ രോഗം വേഗത്തിൽ തിരിച്ചു വരും. കാരണം അഡിക്ഷൻ എന്നതൊരു അസുഖമാണ്, മടങ്ങി വരാൻ സാധ്യതയുള്ളതാണ്. എൻഗേജ് ആയിരിക്കണം, അതേ സ്ഥലത്തേക്ക് മടങ്ങാതിരിക്കണം. അങ്ങനെ വളരെയധികം സൂക്ഷ്മത പാലിച്ച് മാറും എന്നുള്ളത് ശരിയാണ്. മാറിയതിന് ശേഷമുള്ള ജീവിതം ക്രമപ്പെടുത്തുന്നിടത്ത് പരാജയപ്പെട്ടിയാൽ ചികിത്സിക്കാൻ വേണ്ടി ചിലവാക്കിയ പൈസയും കൂടിയാണ് പോയി കിട്ടുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതും കൂടിയും കൂട്ടത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. പണ്ടൊക്കെ മദ്യപാനം എന്ന് പറയുന്നത് ഇപ്പോൾ മദ്യശാലയിൽ നിന്ന് മദ്യം വാങ്ങി കുടിക്കുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ ലഹരി ഉപയോഗം സ്വയം ഉപയോഗിക്കലും അതൊരു വരുമാന മാർഗമായി കരിയർമാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി കാണുന്നുണ്ട്. അത്തരം ആളുകളോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു തെറ്റ് ചെയ്യുന്നതും ഞാൻ ഈ സമൂഹത്തെ ഒന്നടങ്കം ഒരു തെറ്റിലേക്ക് നയിക്കുന്നതും രണ്ടാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനും എൻ്റെ അള്ളാഹുവും മാത്രമേ അത് അറിയുള്ളൂ എങ്കിൽ എനിക്കത് പുറത്തു തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് വിഷയവും അങ്ങനെയാണ്. ഒരു തെറ്റ് ചെയ്യുന്നതും ആ തെറ്റ് പരസ്യമായി ചെയ്യുന്നതും ആ തെറ്റിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതും ഒക്കെ രണ്ടാണ്. ഞാൻ നിസ്കരിക്കുന്നില്ല, അത് വേറൊരു സാധനമാണ്. മറ്റുള്ളവരെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, അത് വേറൊരു സാധനമാണ്. എന്നതുപോലെ ഞാൻ മദ്യപിക്കുന്നു എന്നുള്ളത് വേറൊരു സാധനവും മറ്റുള്ളവരെ മദ്യത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് ആരെങ്കിലും ബൈ ചാൻസ് അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെടണമെന്നല്ല, ആരും പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. മറ്റൊരാളെ ഒരു കാരണവശാലും അതിലേക്ക് കൊണ്ടുവരികയോ ഉപയോഗിക്കുന്നുണ്ട് എന്നത് മറ്റൊരാൾ അറിയാതിരിക്കുകയോ അറിയാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്നതാണ് പറയാനുള്ള കാര്യം. ഈ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒക്കെ തന്നെ കാര്യമായ റോളുണ്ട് ഈ വിഷയത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകനെ ഇങ്ങനെ കണ്ടു എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ തന്നെ ആളുകൾക്ക് മടിയാണ്. കാരണം ഒന്നേ ഉള്ളൂ, ഒന്നിനെ ഓമനിച്ച് വളർത്തുകയാണ്, അവനെങ്ങും പോകില്ല അല്ലെങ്കിൽ അവളെങ്ങും പോകില്ല എന്നുള്ള ചിന്താഗതിക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന വിപത്തോട് തൊട്ട് പലതും മൈൻഡാക്കില്ല. അതാണ്. എങ്കിലും എന്തൊക്കെയാണ് ഈ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ചെയ്യാൻ കഴിയുന്ന ഒരു നിർദ്ദേശങ്ങൾ അവർക്ക്? തീർച്ചയായും ഈ ലഹരി ഉപയോഗത്തിനെതിരെ വലിയ സാമൂഹിക മുന്നേറ്റം തന്നെ വളരെ അത്യാവശ്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. സിംഹത്തെ അടക്കുന്നു മനുഷ്യൻ, അവൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ് അവൻ ചെയ്യുന്നത്. വലിയ സിംഹങ്ങൾ 50 സിംഹമുള്ള വലിയൊരു സിംഹബംഗ്ലാവിനെ ഒരു മനുഷ്യൻ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകും. കാട്ടിലെ രാജാവാണ് യഥാർത്ഥത്തിൽ സിംഹം. മനുഷ്യന് ഇതിനെന്തുകൊണ്ട് സാധിക്കുന്നു? തുമ്പിക്കൈ കൊണ്ട് ഒരു വീശിയാൽ പരിസരത്ത് എവിടെയും അവൻ്റെ പൊടി പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ആനയെ ചൂണ്ടുവരൽ കൊണ്ട് നിയന്ത്രിക്കുന്നത് അധികവും സ്കെൽറ്റായിരിക്കും. ആനപ്പാപ്പന്മാർ സ്കെൽറ്റായിട്ടുള്ള ആളുകളാണ്. ഇതൊക്കെ എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം അവൻ്റെ ബുദ്ധിയാണ്.
ഈ ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് സാമൂഹികമായ വലിയൊരു മുന്നേറ്റം അതിൽ ആവശ്യമാണ്. ബോധവൽക്കരണങ്ങൾ, ശ്രദ്ധകൾ, ഇത് സത്യത്തിലൊരു വരുമാന മാർഗ്ഗമാണ് എന്ന് വിചാരിച്ചാണ് ആളുകൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലൂടെ നൽകുന്ന വരുമാനത്തിൻ്റെ ഇരട്ടി 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 പിന്നീട് ചികിത്സിക്കാൻ ചിലവാക്കണം. അയാൾ തന്നെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വരുമാനമാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ വലിയ വലിയ നഷ്ടത്തിലേക്ക് ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു. ലഹരി ഉപയോഗിക്കുന്നവന് അവൻ്റെ ജീവിതം അവന് കൈവിട്ടു പോകുന്നുണ്ട്, അവൻ്റെ ശരീരം അവന് കൈവിട്ടു പോകുന്നു, അവൻ്റെ ബുദ്ധിയും അവന് കൈവിട്ടു പോകുന്നു. എന്നെ തന്നെ കൈവിട്ടു പോകുന്ന ഈ പ്രവണതയ്ക്കെതിരെ വലിയ സാമൂഹികമായ മുന്നേറ്റം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. ഈ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി പോയ പല ആളുകളെയും കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് വിദ്യാർത്ഥികളോടും യുവതലമുറയോടും പറയാനുള്ള ഒറ്റ മൂല്യം എന്താ? ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നതിൻ്റെ ഏക പ്രചോദനം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. നമ്മൾ ലഹരി ഉപയോഗിക്കുകയില്ല എന്നതിനെ അഭിമാനമായി കാണുകയും തമാശക്ക് പോലും കമ്പനിക്ക് പോലും ഒരു തവണ പോലും ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും വേണം. അതിനെ വളരെ അഭിമാനമായി കാണണം. ആ അഭിമാനത്തെ തകർക്കാൻ ഒരുപാട് ഘടകങ്ങൾ മറുവശത്തുണ്ട്. ഈ സെലിബ്രേഷനുകൾ നടക്കുന്ന ദിവസങ്ങൾ, അതിൻ്റെ തലേ ദിവസം രാത്രികൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത. അവർക്കിടയിലാണെങ്കിൽ പോലും ഞാൻ ആ സാധനം ഉപയോഗിക്കില്ല എന്ന് ആത്മവിശ്വാസത്തോടുകൂടെ പറയാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. സ്വയം തീരുമാനമെടുക്കുക എന്നുള്ളതല്ലാതെ ഈ സാമൂഹിക യുഗത്ത് തുടച്ചു മാറ്റാൻ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും, അവർ ആരാണെങ്കിലും ഏത് നിലയിലുള്ളവരാണെങ്കിലും ഒരിക്കലും സാധ്യതയില്ലാത്തവരാണെങ്കിൽ പോലും മനസ്സറിഞ്ഞൊരു പ്രതിജ്ഞ, ഞാനത് ഉപയോഗിക്കില്ല എന്നുണ്ടായിരിക്കണം. തീർച്ചയായും സമൂഹം നേരിടുന്ന വലിയൊരു വിപത്ത്, കാരണം വരാനിരിക്കുന്ന തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഇത്തരം ഒരു വിപത്തിനെതിരെയുള്ള സംസാരങ്ങളാണ് പ്രിയപ്പെട്ട ഡോക്ടറിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മൾ ചർച്ച ചെയ്ത പോലെ തൻ്റെ പരിസരത്തെ കുട്ടി അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ള കുട്ടി അത്തരം ഒരു വിപത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞാലെന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ നിശബ്ദരമാകുന്നത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായും നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ എല്ലാവരും നല്ല രീതിയിൽ ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്കത് വേണ്ട, ലഹരി വിരുദ്ധ സമിതിക്കാരൊക്കെ പറയുന്നതിന് നോ പറയാനുള്ള ആ ഒരു ആർജവം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.